അസ്സലാമു അലൈക്കും. ഈ ഉയിരെഴുത്തിൻ്റെ വിഷയം അതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം ഞാൻ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഈ 8 വിഷയങ്ങളും തീരുമാനിക്കുകയും അത് സമിതിക്ക് നൽകുകയാണ് എൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അത് ചെറിയൊരു ഡിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് ഞാൻ കൊടുത്തു. അതിനുശേഷം പിന്നീട് ആലോചിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഈ കേരളത്തിലെ മുസ്ലിം ഇസ്ലാമിക നാടക പാരമ്പര്യം അതിൻ്റെ ഏറ്റവും അവസാനത്തെ അവതരണമായിട്ട് വരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങോട്ട് എത്തിയിട്ട് ഈ തനിമയുടെ ഈ ഉയിരെഴുത്ത് ക്യാമ്പിലൂടെ നമ്മുടെ ഒരു നാടക ദർശനം, ഒരു ഇസ്ലാമിക നാടക ദർശനം രൂപപ്പെടണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഇതിൻ്റെ ഈ അജണ്ട തീരുമാനിക്കുകയും അതിനാളെ വിളിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലൊന്നും എനിക്ക് ഇടപെടാൻ കഴിയാത്തത് കൊണ്ട് എൻ്റെ അവതരണം ഇന്നലെ ആണ് തീരുമാനിച്ചത്. പക്ഷേ സ്വാഭാവികമായും അതിങ്ങനെ നീണ്ട് ഇപ്പോൾ അത് അവസാനത്തിലേക്കായി. അപ്പോൾ ഈ വൈദ്യൻ ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും അവസാനത്തെ ഈ സമയമാണ് എന്നതുകൊണ്ട് അൽഹംദുലില്ലാ നല്ലൊരു തുടക്കമാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ നാടക ഈ ഉയിരെഴുത്ത് എന്ന് പറയുമ്പോൾ 2 വിഷയങ്ങളാണ് നമുക്ക് ഈ ഉയിരെഴുത്തിൻ്റെ സെലക്ഷൻ പോയിന്റിൽ വന്നിരുന്നത്. ഒന്ന് സ്ത്രീപക്ഷ ചിന്തകൾ എന്ന് പറയുന്ന അതുവരെ നമ്മൾ നടത്താത്ത ഒരു ഉയിരെഴുത്തിൻ്റെ സബ്ജക്റ്റ് ഒരുപക്ഷെ അടുത്ത വർഷമൊക്കെ നടത്താവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിളാണ് ഇപ്പോൾ ഇന്നിവിടെ കണ്ടത്, സ്ത്രീപക്ഷ ചിന്തകൾ. പിന്നെ രണ്ടാമത്തതാണ് നാടക ലോകം എന്നുള്ളത്. പിന്നെ അവസാനം നറുക്ക് നാടക ലോകത്തിന് വീഴുമായിരുന്നു. അപ്പോൾ ഈ നാടകത്തിന് ഇങ്ങനെ ഉയിരെഴുത്തിന് ആൾ വരുമോ? ഇതുവരെ ഭയങ്കര തിയറികളൊക്കെ നമ്മൾ ഉയിരെഴുത്തിൽ ചർച്ച ചെയ്തിരുന്നത്, പോസ്റ്റ് മോഡേണിസ്റ്റ് തിയറികൾ, പോസ്റ്റ് മോഡേണിസം തിയറികളൊക്കെ. പക്ഷെ നാടകം പ്രസക്തമാണ് എന്നും അത് നമുക്കിപ്പോൾ കഥയിലും കവിതയിലും സിനിമയിലുമൊക്കെ എന്താണ് തനിമയുടെ ഇടം എന്ന് അറിയാം. പക്ഷെ നാടകത്തിൽ നമ്മൾ കുറേ നാടകങ്ങൾ പല രീതിയിൽ കളിക്കുന്നു, പലതരം നാടകങ്ങൾ ആവിഷ്കരിക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നാടകത്തിൻ്റെ ഒരു ദർശനം രൂപീകരിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അതിലേക്കുള്ളൊരു ചുവടുവെപ്പാകട്ടെ, എന്താണ് ഒരു ഇസ്ലാമിക നാടക ദർശനം? ഇതിൽ എനിക്ക് നല്ലൊരു വഴികാട്ടി ആയിട്ടുള്ള ഒരാളാണ് PAM ഹനീഫ്. അദ്ദേഹത്തെ പറയാതെ ഈ ഉയിരെഴുത്തിൻ്റെ നാടകത്തിൻ്റെ സമാപിക്കരുത് എന്നുള്ളത് നിർബന്ധ ബുദ്ധിയായതാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തെ നമ്മളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ നമ്മുടെ ചില പരിമിതികളുണ്ട്. അദ്ദേഹം സ്വയം ഉണ്ടാക്കിയ പരിമിതികളുമാണ്, നമ്മുടെ സംഘടനാപരമായ പരിമിതികളുമാണ്. അദ്ദേഹം ഇതിലുണ്ടാവേണ്ടിയിരുന്നു. ഓരോ സെഷനിലും ഒരുപക്ഷെ അദ്ദേഹം തരുന്ന ഡാറ്റ വലുതാകുമായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ നമുക്ക് ഒരിക്കലും അദ്ദേഹത്തെ വിളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് ഒന്ന്. ഇന്നലത്തെ സെഷനിലൊക്കെ അദ്ദേഹം ഉണ്ടാകേണ്ടതായിരുന്നു ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഈ വിഷയത്തിൽ ഞാൻ തപ്പിയിടത്തോളം ആകെ 2 ലേഖനങ്ങളേ ഉള്ളൂ. ഒന്ന് ഡോക്ടർ ഹിക്മത്തുള്ളയുടെ ലേഖനമാണ്. അത് 2 ഇടത്തായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. ഒന്ന് തേജസ്സിൽ വന്നിട്ടുണ്ട്, പിന്നീട് അതിൻ്റെ പരിഷ്കരിച്ച അക്കാദമിക രൂപം ഞാൻ തന്നെ എഡിറ്ററായ ഇറയം എന്ന റിസർച്ച് ജേണലിലാണ് വന്നത്. പിന്നെ PAM ഹനീഫിൻ്റെ ഞാൻ എഡിറ്റ് ചെയ്ത കേരള മുസ്ലിം ഹിസ്റ്ററി കോൺഫറൻസിൻ്റെ സമാഹാരത്തിലുണ്ട്. വേറെ എവിടെയും കേരള മുസ്ലിം നാടക പാരമ്പര്യം അല്ലെങ്കിൽ ഇസ്ലാമിക നാടകവേദി അതെന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ നേരത്തെ ഷാജഹാൻ ഡോക്ടർ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്തുകൊണ്ട് ക്രിസ്ത്യൻ നാടകവേദി ഇല്ല, എന്തുകൊണ്ട് ഹിന്ദു നാടകവേദി ഇല്ല, എന്താ ഇസ്ലാം നാടകവേദി മുസ്ലിം നാടകവേദി ഇങ്ങനെ പറയുന്നത് എന്ന്. അതിൽ ഇപ്പോൾ സ്ത്രീ, ദലിത്, മുസ്ലിം എന്നാണ് പറയുന്നത്. സ്ത്രീ നാടകവേദി ചർച്ച ചെയ്തു, ദലിത് നാടകവേദി ചർച്ച ചെയ്യാം, ഹിന്ദു നാടകവേദി ചർച്ച ചെയ്യുന്നില്ല. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒപ്രസ്ഡായ ഒരു വിഭാഗം ഏത് രാജ്യത്തെയും ഇവിടെ മെയിൻ സ്ട്രീം, ഇപ്പോൾ നേരത്തെ മോനൊക്കെ പറഞ്ഞ പോലെ എപ്പോഴും കലകൾ അധികാരികളുടെ കലകളായിരിക്കും. അധികാരി വർഗ്ഗമാണ് കലകളെ നിയന്ത്രിക്കുക, സാഹിത്യത്തെ നിയന്ത്രിക്കുക, ഭാഷയെ നിയന്ത്രിക്കുക, മാധ്യമങ്ങളെ നിയന്ത്രിക്കുക, ഒക്കെ അധികാരികളാണ്. അപ്പോൾ എപ്പോഴും അവിടുത്തെ മെജോറിറ്റി, അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ ആശയത്തിലായിരിക്കും അവിടുത്തെ നാടകവും സിനിമയും ഒക്കെ ഉണ്ടാവുക. അതിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് അരികിൽ ഉള്ള ആളുകൾ കയറിപ്പറ്റുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അരികിലുള്ളവരാണ് മുസ്ലിങ്ങൾ, സ്ത്രീകൾ, ദലിതുകൾ, ഭിന്നശേഷിക്കാർ, ഭിന്നലൈംഗിക രീതിയിലുള്ള ആളുകളൊക്കെ. അവരെന്ത് ചെയ്യണം? മെയിൻ സ്ട്രീമിലേക്ക് യുദ്ധം ചെയ്ത് കയറി പറ്റണം, എന്നാലും എനിക്ക് ഇടം കിട്ടുള്ളൂ. അല്ലെങ്കിൽ മെയിൻ സ്ട്രീം രാജാവായി ഇങ്ങനെ വാണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ദലിത് നാടകവേദി, സ്ത്രീ നാടകവേദി എന്ന് സവിശേഷമായി കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ എന്തുകൊണ്ട് ഹിന്ദു നാടകവേദി പറയുന്നില്ല, എന്തുകൊണ്ട് ക്രിസ്ത്യൻ നാടകവേദി പറയുന്നില്ല, ചോദ്യത്തിൻ്റെ പ്രസക്തിയില്ല.
അത് പറയേണ്ട ആവശ്യമില്ല. അത് നാടകവേദി എന്ന് പറഞ്ഞാൽ അതാ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സാഹിത്യ ചരിത്രം എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛനിൽ നിന്ന് തുടങ്ങുന്നതാണ് സാഹിത്യ ചരിത്രം. അപ്പോൾ അതിൽ നമ്മൾ മോയിൻകുട്ടിയോ ഇതിനെ തള്ളിക്കയറ്റേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. കാരണം കേരളത്തിൽ എഴുതപ്പെട്ട ഒരു സാഹിത്യ ചരിത്രത്തിലും മോയിൻകുട്ടിയോ ഇതിൽ ഇല്ലാതാകുമ്പോൾ നമ്മൾ ചോദിക്കും, ഇതിൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, സെമിയിൽ എപ്പോഴും ചോദിച്ചിരുന്നു, ഇതിൽ ഞങ്ങളെവിടെ കാണുന്നീൽ ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി എന്ന് ചോദിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിം നാടകവേദി പ്രസക്തമാണ്. ഇതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കി, നമ്മളെ ഏറ്റവും പഴയ മുസ്ലിം നാടകവേദി ഏതായിരിക്കും? ഏറ്റവും പഴയത് എന്ന് തുടങ്ങി എന്നൊക്കെ ചോദിച്ചാൽ ഇതിവിടെ ഇല്ലാത്തതുകൊണ്ടല്ല വരാതായതെന്ന് ഞാൻ പറയുന്നത്. ഇവിടെ ഉണ്ട്, അടയാളപ്പെടുത്താതെ പോയതാണ്. ഇപ്പോൾ മലപ്പുറം പടപ്പാട്ടിലെ ഒരു സന്ദർഭം, മലപ്പുറം വലിയങ്ങാടി പള്ളിയിൽ, അവിടെയാണ് സമീലിൻ്റെ ഖബർസ്ഥാനുള്ളത്. വലിയങ്ങാടി പള്ളി തകർക്കാൻ വേണ്ടിയിട്ട് പാറനമ്പിയുടെ സൈന്യം, ഇതിനെപ്പറ്റി ദീർഘമായ പഠനങ്ങൾ നടത്തിയ ആളാണ് ഹിക്മത്തുള്ള മാഷ്. പാറനമ്പിയുടെ സൈന്യം വരികയാണ്. അപ്പോൾ മുസ്ലിങ്ങൾ പല രീതിയിൽ ഉപയോഗിച്ചു. സ്ത്രീകളെ വിട്ടിട്ട് രാജാവിനോട് പറഞ്ഞു ഞങ്ങൾ ആക്രമിക്കല്ലേ എന്ന് പറഞ്ഞു. വലിയ പ്രമാണിമാരെ വിട്ട് പറഞ്ഞു. മാപ്പിള പോരാളികൾ പോയി പറഞ്ഞു. പക്ഷെ എന്നിട്ട് അവർ ആക്രമിക്കാൻ വരികയാണ്. അപ്പോൾ അവസാനം മുസ്ലിങ്ങൾ ചെറുത്തു നിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ചെറുത്തു നിൽക്കുന്ന ആ സന്ദർഭമാണ് പറയുന്നത്. ഇശൽ 42. മന്നാനില തേട്ടമതൂട്ടിയും ചട്ടുബിലം തൊഴിലൂരത്താനെ പുതുമനയോർ കൂരുക്കളവർ പടപ്പാട്ട് ബൈത്താനെ പലൈശലാൽ വിരുത്താനേ. ഇതാണ് സന്ദർഭം. മന്നാനിൽ തേട്ടമതൂട്ടി ചാട്ടുബിലം തൊഴിൽ ഉയർത്താനെ. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ആ പള്ളിയിൽ കൂടിയ മാപ്പിളമാരെല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് കേണു. എന്നിട്ട് എന്ത് ചെയ്തു? പുതുമനയോർ പുതുമന കുരുക്കൾ എന്നയാൾ പടപ്പാട്ട് പാടി അവതരിപ്പിച്ചു. പടപ്പാട്ട് ബെത്താനെ പല ഇശലാൽ ബിരുത്താനേ. പല ഇശലുകളിലുള്ള പാട്ട് പാടി അവതരിപ്പിച്ചു. ജിഹാദിന് പോകുന്നതിൻ്റെ മുമ്പ് ദുആഇനു ശേഷം 1728 മലപ്പുറത്തെ മുസ്ലിങ്ങൾ പള്ളിയിൽ വെച്ച് ജിഹാദിൻ്റെ മുമ്പ് പാട്ട് പാടി അവതരിപ്പിച്ചിട്ടാണ് ജിഹാദിന് പോണത്. അപ്പോൾ മുസ്ലിങ്ങളുടെ അവതരണ കല ഇല്ലാന്നാരാ പറഞ്ഞത്? ഇനി ഈ പാട്ട് എഴുതുന്നത് 1898 ഈ പാട്ട് മോയിൻകുട്ടി വൈദ്യർ എഴുതുന്നത്. 1878 ഈ പാട്ട് എഴുതുന്നത്. അന്ന് മോയിൻകുട്ടി വൈദ്യർ എന്താ ചെയ്തത്? ഇതേ പള്ളിയിൽ ഒരു 10-30 ദിവസം താമസിച്ച് പാട്ട് എഴുതി കഴിഞ്ഞിട്ട് ഇതുപോലെ ഇതിനെ അവതരിപ്പിക്കുകയാണ്. അത് പറയുന്നത് ഏതാ? ഓക്കെ, ഞാൻ അതിൻ്റെ ഉദ്ധരണി എടുത്തിട്ടില്ല. ഈ പാട്ട് അവിടെ പറഞ്ഞ് അവതരിപ്പിച്ചതിന് ശേഷം നാട്ടുകാരൊക്കെ വിളിച്ചുകൂട്ടി. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നാടകം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കുന്നത്? ഇങ്ങനെ സ്റ്റേജ് കെട്ടിയിട്ട് ഇങ്ങനെ ആടുന്ന എന്തോ സംഭവം എന്നോ. ഒരു മനുഷ്യൻ അവരുടെ ശരീരം ഉപയോഗിച്ചിട്ടും അവരുടെ ആത്മാവിഷ്കാരങ്ങൾ പാട്ടുപാടിയും പറഞ്ഞും പ്രകടിപ്പിക്കുക. ഈ പാടിപ്പറയുക എന്ന കലാരൂപം കുറേ കാലമായി മുസ്ലിങ്ങൾക്കുണ്ട്. അതിൽ പാടി അവതരിപ്പിക്കൽ ഒരു നാടകാവതരണം തന്നെയാണ്. അതിൽ അങ്ങനെ കുതിരക്കുളമ്പടി ശബ്ദം കേട്ട് ഇപ്പോഴും ഈ കലാരൂപം ഉണ്ട് കേട്ടോ. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്ക്, പാടിപ്പറയൽ ധാരാളം കിട്ടും. ഈ മഅ്ദിൻ കഴിഞ്ഞ വർഷം ഒരു ദിവസം മുഴുവൻ 100 കലാകാരന്മാരെ ദിവസങ്ങളോളം വെച്ചിട്ട് ബദർ പടപ്പാട്ടും ഉഹുദ് പടപ്പാട്ടും മുഴുവൻ പാടി പറഞ്ഞു. അത് യൂട്യൂബിൽ അവൈലബിളാണ്. 11 മണിക്കൂർ 10 പാടിപ്പറയൽ കലാകാരന്മാർ 11 മണിക്കൂർ ഉപയോഗിച്ചിട്ട് പാടിപ്പറഞ്ഞ് യൂട്യൂബിൽ അവൈലബിളാണ്. അത് കണ്ടു നോക്കൂ. അങ്ങനെ കുതിരയിൽ കയറി കുതിര വന്നു ആ ഒച്ച ഇങ്ങനെ ഉണ്ടാക്കും, പിന്നുന്ന ഒരാൾ എന്നിട്ട് ഇതിൻ്റെ ഒരു വിഷ്വൽ. അങ്ങനെ സ്ത്രീയുടെ ശബ്ദത്തിൽ പറയുന്നു, സ്ത്രീകളുടെ ഡയലോഗ്. ഓരോ ഡയലോഗും ഇങ്ങനെ നിന്നാണ്ട് അപ്പോൾ അബൂജഹൽ ചോദിച്ചു, അതിന് ഉത്തുബത്ത് മറുപടി പറഞ്ഞു, ഇങ്ങനെ മാറി ശരിക്കും മോണാക്ട്. ഇതാണ് പാടിപ്പറയൽ. ഇത് ശരിക്കും ഒരു നാടകാവതരണം തന്നെയാണ്.
അപ്പോൾ നാടകാവതരണം എങ്ങനെയാണ് എന്ന് നാടകത്തിൻ്റെ കേരളത്തിൻ്റെ അവതരണ കലകളുടെ തുടക്കമായി കഥകളിയെ പറയും, പക്ഷെ പാടിപ്പറയലിനെ പറയൂല. മുസ്ലിം ഇപ്പോൾ ഇനിയിങ്ങനെ നോക്കുക, ഈ ആചാരങ്ങളിൽ നിന്നാണ് നാടകമുണ്ടായത് എന്നൊക്കെയുള്ള പറയാം. ഈ ഗ്രീക്ക് ഇന്നലെ ഷമീം സാഹിബൊക്കെ പറഞ്ഞല്ലോ, ജുമുഅ എടുത്തു നോക്കും, സുന്നി പള്ളികളിലെ ജുമുഅ ശരിക്കൊരു പെർഫോമൻസാണ്. ഇപ്പോൾ ആദ്യം നിന്നിട്ട് വാളിങ്ങനെ പിടിച്ചിട്ട്, ആ മുക്രി വാളിങ്ങനെ പിടിച്ചിട്ട് നിന്ന് ജനങ്ങളോടൊക്കെ ഒരു ആഹ്വാനം നടത്തും, ഇതാ ഇവിടെ ജുമുഅ തുടങ്ങാൻ പോവുകയാണ്. എങ്ങനെ നിർത്തണം നിങ്ങൾ? ഇവിടെ സ്ത്രീകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ മിമ്പറുണ്ടാവും. ഈ മിമ്പറിൻ്റെ അപ്പുറത്ത് ഈ പള്ളിയിലെ സാധാ സ്ത്രീയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പറയും, ഈ വാള് കൈമാറണം. ഇത് ശരി, ഇത് ഇസ്ലാമിൽ ഹിക്കയിലൊന്നും ഇല്ല കേട്ടോ. എങ്ങനെയുള്ള ഈ പെർഫോമൻസ് എങ്ങനെ വന്നു എന്നറിയില്ല. ഞാൻ ഇങ്ങനെ പറയും, ഇതാ മുസ്ലിമീന ഇങ്ങനെ മൂപ്പരെ പ്രഖ്യാപനം, അവിടെ ജുമുഅ നടക്കാൻ പോവുകയാണ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, കുത്തുബ കേൾക്കണം, മിണ്ടാൻ പാടില്ല, അങ്ങനെ പറയും. അപ്പൊ ഇപ്പുറത്തായിരിക്കും ഉസ്താദിന്റെ തോന്നുന്നു. അപ്പൊ അതുവരെ ഉസ്താദ് ബനിയനും കൂടിയൊക്കെ നടത്തില്ല. ആ സമയത്ത് ഒരു ഉസ്താദിന്റെ ഒരു വരവുണ്ട്, അതൊരു ഒന്നൊന്നര രാജകീയ വരവാണ്. ഇങ്ങനെ വന്നിട്ട് ആ വാള് വാള് സ്വീകരിച്ചു, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നാലേ ജുമുഅ ശരിയാവുന്നില്ല. വേറൊരു നാട്ടിൽ, ഞാൻ തമിഴ്നാട്ടിൽ കുറേ ഉണ്ട്, അവിടെ ഈ വാള് കൈമാറുന്ന പരിപാടിയൊന്നുമില്ല. നേരെ കത്തി വരും, കയറും, വാള് പറയും, ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊരു പെർഫോമൻസാണ്. ഇത് എവിടെ നിട്ടി? അപ്പോൾ നമ്മുടെ ഇങ്ങനെ തുടങ്ങിയാൽ നോക്കൂ, നമ്മുടെ മരണാനന്തര ചടങ്ങുകൾ ഇസ്ലാമിൽ എവിടെയും പറയാത്ത ഇങ്ങനെ വരുന്നു, വെക്കുന്നു, ഇങ്ങനെ വരിയിൽ നിന്ന് ഇങ്ങനെ കാണുന്നു, എടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ ഇന്നലെ പറഞ്ഞു, അവളെ മരണാനുകരണം നാടകത്തിൽ കണ്ടതുപോലെ എല്ലാറ്റിലും ഒരു പെർഫോമൻസ്. ഇതൊന്നും ഫിഖിൽ പറഞ്ഞതല്ല. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ, ഖബർ കുഴിക്കുന്നത് അധികം സ്ത്രീകൾക്ക് അധികം പരിചയമില്ലാത്തൊരു രംഗമാണല്ലോ. ഖബർ കുഴിച്ച് മയ്യത്ത് ഇറക്കിക്കുന്നു, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു മറ പിടിക്കും. എത്ര നല്ല കാലാവസ്ഥയാണെങ്കിൽ മറ പിടിക്കുക. അതെന്തിനാണെന്നറിയോ? ആകാശം കാണാതിരിക്കാൻ. ഇത് എവിടുന്ന് വന്ന സങ്കല്പന? ഭയങ്കര തിയേറ്ററിക്കല്ലേ അത്. ഈ മരിച്ചു കിടക്കുന്ന ഈ മയ്യത്ത് ആകാശം കാണരുത്, അങ്ങനെ. അപ്പോൾ എല്ലാവരും ഒരു മറ പിടിക്കും, എന്നിട്ട് ആ മറയിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ ഖുർആൻ ഹദീസ് ഈ 3 പിടി മണ്ണിടൽ, അത് ശരിക്കൊരു റിച്വലാണെങ്കിൽ പോലും അതിൽ പെർഫോമൻസിന് ഇതാ, മിൻഹാ ഖലഖ്നാക്കും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും അങ്ങനെ ഭയങ്കര പെർഫോമൻസ് ലെവലാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ നാടകം എന്ന് പറയുന്നതിനെ ആ നിർവചനത്തിൻ്റെയാണ് പ്രശ്നമാണ് നമ്മുടെ അടുത്തുള്ളത്. നിക്കാഹ്, ഇസ്ലാമിലെ നിക്കാഹ് എങ്ങനെ അറിയാം? ഞാൻ അങ്ങനത്തെ ഒരു നിക്കാഹിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പറയും, ഈ വേദിയിലുള്ള ആൾ അവിടെയുള്ള അയാളുടെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സമ്മതമാണോ? അപ്പോൾ അയാൾ എഴുന്നേറ്റ്, ഞാൻ തമിഴ്നാട്ടിൽ ഊട്ടിയിൽ വെച്ച് ഒരു സലഫി വിവാഹത്തിൽ പങ്കെടുത്തതാണ്. അവിടെ ഇങ്ങനെയൊന്ന് നിക്കാഹ്, എന്നിട്ട് കുടുംബത്തിലാകെ പ്രശ്നമായി. ഈ നിക്കാഹ് ഇതെങ്ങനെ നിക്കാഹ്? അത് സലഫി ഉസ്താദ് ഇങ്ങനെ നിന്നു, അയാൾ പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന ഇന്നയാളുടെ മകളെ ഈ വേദിയിലിരിക്കുന്ന ഇയാൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് സമ്മതമാണോ? അപ്പോൾ അയാൾ എനിക്ക് സമ്മതമാണ്. നിക്കാഹ് കഴിഞ്ഞു. അയാളെ വാദം ഹദീസിൽ അങ്ങനെ അത്ര നിക്കാഹ് നബി അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ കൊടുത്ത് നിക്കാഹ തജീദഹ ഈ പരിപാടിയൊന്നുമില്ല കേട്ടോ, വിഹാദൽ മഹറി ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒരാൾ സാക്ഷിയാണ്. എന്നിട്ട് കുടുംബത്തിലാകെ പ്രശ്നമായി. പുതുവെണ്ണൊക്കെ വന്നപ്പോഴേക്കും നിക്കാഹ് നടന്നിട്ടില്ല എന്ന് കുടുംബത്തിൽ ചിലവ്. എന്നിട്ട് രണ്ടാമത് വീണ്ടും പള്ളിയിലേക്ക് കൊണ്ടുപോയി, ആരും അറിയാതെ അവിടുത്തെ സുന്നി ഉസ്താദിനെ വെച്ചിട്ട് ഒരു നിക്കാഹും കൂടെ കഴിച്ചിട്ടാണ് പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. കാരണം ഇത് ശരിക്കും നിക്കാഹിൻ്റെ ഒരു പെർഫോമൻസ് ആലോചിച്ച് നോക്കി. ഇങ്ങനെ വരുന്നു, കൈ ഇങ്ങനെ പിടിക്കുന്നു, ഇയാൾ പറയുന്നു, ഡയലോഗ് ഏറ്റു പറയുന്നു, ഇവിടുന്ന് ഡയലോഗ് വീണ്ടും പ്രോംപ്റ്റ് ചെയ്യുന്നു, വീണ്ടും നടൻ ഏറ്റു പറയുന്നു, അല്ലേ? ഇതൊരു പെർഫോമൻസ് ലെവൽ. അപ്പോൾ ആരാധനകളുടെ ഇത് സുന്നികളുടെ ജാറം മൂടൽ ഒക്കെ പെർഫോമൻസാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, സുന്നികളാണ് നേരത്തെ നമ്മുടെ
അസരി പറഞ്ഞ പോലെ സുന്നികളാണ് ഏറ്റവും കൂടുതൽ ഈ പെർഫോമൻസ് ലെവലിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഞാൻ 2-3 പോയിൻ്റേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ നാടകം ഉണ്ട്, ഇല്ല എന്നാരും പറയണ്ട, നാടകം ഉണ്ട്. ഈ നാടകത്തെ എങ്ങനെയാണ് നമ്മുടെ അവതരണങ്ങളിൽ ഉപയോഗിക്കുക എന്നതാണ് ഇനി ഞാൻ ഇന്നലെ മറ്റേ ഇസ്ലാമിക നാടകവേദി പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു, നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ പാറ്റേണിലായിരുന്നു പോയിരുന്നത്. അതിനെ മാറ്റി നമ്മുടേതായൊരു എസ്തെറ്റിക്സ്, അതിന് PI മനീഫൊക്കെ എപ്പോഴും പറഞ്ഞു, നമ്മൾ ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങൾ ദഫ് പോലെയുള്ള സമയത്ത്. ഇപ്പോൾ PI മനീഫ് ശാന്തപുരം ഇസ്ലാമിക കോളേജ് സംവിധാനം ചെയ്ത ഉസ്മാൻ പാണ്ടിക്കാടിൻ്റെ ഒക്കെ കാലത്തുണ്ടായിരുന്നു. നമ്മൾ കുറേ പേരുകൾ അനുസ്മരിക്കേണ്ടതുണ്ട് ഈ രംഗത്തുള്ള. ഉസ്മാൻ പാണ്ടിക്കാടിനൊക്കെ അങ്ങനെ പറയേണ്ട പേരാണ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഇപ്പോൾ അശാന്തസ്യ കുതുസുഖം ആരുടേതായിരുന്നു? താപ്പി മുഹമ്മദൊക്കെ ചെയ്ത പാറമ്മൽ മുഹമ്മദ് ഇവരൊക്കെ സംവിധാനിച്ചത് അശാന്തസ്യ കുതസുഖം എന്ന അത് സംസ്കൃത ശ്ലോകമാണ്. അശാന്തർക്ക് എവിടെ സുഖം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിലാണ് ഞാൻ ആദ്യമായി ദഫ്മുട്ട് കോൽക്കളിയൊക്കെ നാടകത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കണ്ടത്. അതൊക്കെ നമ്മുടേതായ ചില അടയാളങ്ങളും ചില ചിഹ്നങ്ങളുമാണ്. നാടകത്തിൽ ചെണ്ട ഉപയോഗിക്കുന്ന പകരം ദഫ് ഉപയോഗിക്കണം. ചെണ്ട കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ശബ്ദ വൈവിധ്യങ്ങൾ ദഫ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ 3 തരത്തിലാണ് ഈ മുസ്ലിം ഇസ്ലാമിക നാടകവേദിയുടെ ചരിത്രം പരിശോധിക്കുന്നത്. 3 തരത്തിലാണ് അത് ഉണ്ടാകുക. ഒന്ന്, നാടകം എന്ന കലാരൂപത്തോട് ഞാൻ ഈ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളായ ആളുകൾ എൻഗേജ് ചെയ്തിട്ടുണ്ടോ? അതെങ്ങനെയാണ്? ഇത് സ്ത്രീ നാടകവേദി പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ നോക്കേണ്ടത്. നാടകം എന്ന കലാരൂപത്തോട് സ്ത്രീകളുടെ എൻഗേജ്മെൻ്റ് എന്താണ്? ദലിത് നാടകവേദി പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ പറയേണ്ടത്, നാടകം എന്ന കലാരൂപത്തോട് ദലിത് എൻഗേജ്മെൻ്റ് എന്താണ് എന്ന്. രണ്ടാമത്തത്, നാടകത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ഇസ്ലാമും മുസ്ലിമും ഉണ്ട്. അപ്പോൾ എന്താവും? തോപ്പിൽ ബാസിയുടെ നാടകത്തിലുള്ള മുസ്ലിം കഥാപാത്രം ഇന്നലെ പറഞ്ഞ ചെറുകാടിൻ്റെ നോവലിനകത്തും നാടകത്തിനകത്തുള്ള മുസ്ലിം എങ്ങനെയായിരുന്നു? ഇപ്പോൾ കൂട്ടുകൃഷി, ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി, അതിൽ ഒരു ഗുഡ് മുസ്ലിമും ബാഡ് മുസ്ലിമും ഉണ്ട്. ബാപ്പു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുസ്ലിമുണ്ട്. അവൻ ബോംബെയിലേക്ക് പഠിക്കാൻ പോയിട്ട് തൊഴിലിനെന്തോ പോയിട്ട് തീവ്രവാദിയായിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അയാളുടെ ഈ കൂട്ടുകൃഷി നാടകത്തിൽ തന്നെ ഒരു RSSകാരനുണ്ട്. ഈ RSSകാരനോട് സമമായ ഒരു മുസ്ലിം തീവ്രവാദിയെ അവതരിപ്പിക്കണം. അതിനാണ് ഇപ്പോഴും ഉള്ള ടെക്നിക്കാണത്. തീവ്രവാദം ഇവിടുന്നൊന്നുമില്ല, അവിടുന്ന് വാങ്ങിക്കൊണ്ടിരണം. ബോംബെയിൽ നിന്ന് പോയിട്ടാണ് തിരിച്ചു വരുന്നത്. അതോടൊപ്പം അബു എന്ന് പറഞ്ഞിട്ടൊരു നല്ല മുസ്ലിമുണ്ട്. അപ്പോൾ ഈ നല്ല മുസ്ലിമിനെയും ചീത്ത മുസ്ലിമാണ്. അപ്പോൾ എങ്ങനെയാണ്? ഇടശ്ശേരി ആണെങ്കിൽ പോലും നാടകത്തിനകത്തുള്ള മുസ്ലിം എങ്ങനെയുള്ളതാണ്? എന്തൊക്കെ? നമ്മൾ ഇന്നലെ KT മുഹമ്മദിൻ്റെ നാടകങ്ങൾ പറഞ്ഞു, ഇത് ഭൂമിയാണ് പോലെയുള്ള നാടകങ്ങൾ. ഇങ്ങനെയൊക്കെ നാടകത്തിനകത്തൊരു ഇസ്ലാമും മുസ്ലിമും ഉണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, നാടക പ്രവർത്തകരായ മുസ്ലിങ്ങൾ. അത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഇസ്ലാമികമായ അടയാളങ്ങളില്ലാത്ത നാടകം എഴുതിയ ഒരാളാണ് PM താജ്. അദ്ദേഹത്തിൻ്റെ നാടകത്തിലൂടെ ഈ മുസ്ലിങ്ങൾ ഇസ്ലാമൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ PM താജ് എന്ന് പറയുന്നൊരു മുസ്ലിം വ്യക്തിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ അതിൻ്റെ നാടക ഇടപെടലുകളൊക്കെ പൊതുവായ ഇടപെടലുകളായിരിക്കും. അതിൻ്റെ ഇടപെടലുകൾ എന്തൊക്കെയായിരുന്നു? ഇങ്ങനെ 3 രീതിയിലും നോക്കിയാലാണ് കേരളത്തിൻ്റെ ഇസ്ലാമിക മുസ്ലിം നാടകവേദി എന്ന ഒരു ഇതിൽ കാണാം. അതിൽ 4ാമത്തെ ഒരു വിഭാഗമാണ് നമുക്ക് ആവിഷ്കരിക്കാനുള്ളത്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക നവോത്ഥാന മണ്ഡലത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നാടകത്തിൽ എത്രത്തോളം ഉണ്ട്? ഇതും കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. അത് ഇപ്പോൾ ഇസ്ലാമിക ഗാനങ്ങൾ എന്ന് പറയുന്നത് അതിന് മറ്റൊരു രീതിശാസ്ത്രമുണ്ട്, അതിന് ദീർഘമായൊരു ചരിത്രമുണ്ട്. അത് UK അബൂ സഹൈല. അപ്പോൾ നേരത്തെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞല്ലോ, UK അബൂ സഹൈലിൻ്റെ മറിയക്കുട്ടി, ജമീല പോലെയുള്ള സ്ത്രീകളിൽ നേരത്തെ ഹിക്മത്തുള്ള മാഷ് പറഞ്ഞ സ്ത്രീ കർത്തൃത്വം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് 1970-കളിൽ 80-കളിൽ എഴുതിയ നാടകമാണ് UK അബൂ സഹൈല. ഒരു ധനികനായ വിവരദോഷിയായ ഒരു ധനികന് ഇസ്ലാമിക കോളേജിൽ ഫൈനൽ ഇയർ പഠിച്ച പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിക്കുകയാണ് ബാപ്പ. അതിന് ഈ പെൺകുട്ടി എനിക്ക് അങ്ങനെയുള്ള ഇതല്ല വേണ്ട. ഇത് UK മുൻപ് തൊട്ടേയുള്ള ഒരു ആഗ്രഹമാണെന്ത്? ദീന് പഠിച്ച പെൺകുട്ടികളെ കല്യാണം കഴിക്കുക. ഈ നമ്മുടെ പെണ്ണു കെട്ടിനു ബാധിയായി
പൊന്നും പണവും പറഞ്ഞിടുന്ന നിന്ദ്യമായ വിചാരമിവിടെ നടന്നു കാണുന്നു അല്ലേ, ഇവിടെ ഉയർന്നു കേൾക്കുന്നു. ദീനിൻ പണ്ഡിതന്മാർ പോലും ഇതിന് വളം കൊടുക്കുന്നു. അതിൽ അദ്ദേഹം അതിസുന്ദരമായ വരികളുണ്ട്. സ്ത്രീകളെ കെട്ടേണമെങ്കിൽ സ്ത്രീധനം കിട്ടേണമെന്നും സ്ത്രീഗുണം മഹനീയമായൊരു പ്രശ്നമല്ലെന്നും വന്നാൽ സ്ത്രീക്ക് ഗുണമാണ് വേണ്ടത് എന്നാണ്. ഈ ഗുണത്തിന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ദീൻ പഠിച്ച പെണ്ണുങ്ങളെ കെട്ടുക എന്നാണ്. ദീൻ പഠിച്ച ആണുങ്ങൾ ദീൻ പഠിച്ച പെണ്ണുങ്ങളെ കെട്ടുക. അതിന് നേരെ വിപരീതമായാണ് ആജിയാർ മകളെ വേറൊരു വഷളന് കെട്ടിക്കുറിച്ച് കൊടുക്കാൻ. അതിൽ കോളേജിലെ പെൺകുട്ടികൾ സമരം ചെയ്താണ്. ദീനിൻ മകളാം മറിയക്കുട്ടി പോക്കർ കൊട്ടും കുഫുവല്ല എന്ന് പറഞ്ഞിട്ട് സമരത്തിനിറങ്ങുകയാണ്. മുദ്രാവാക്യമൊക്കെ UK എഴുതി കൊടുക്കുന്നുണ്ട്. ദീനിൻ മകളാം മറിയക്കുട്ടി പോക്കർ കൊട്ടും കുഫുവല്ല എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികൾ സമരത്തിനിറങ്ങുക. ഇത് അപ്പോൾ ഇവിടെ സ്ത്രീയുടെ കർത്തൃത്വത്തെക്കുറിച്ച് 40 വർഷം മുമ്പ് ആലോചിക്കുകയും അത് നാടകത്തിൽ എഴുതുകയും ചെയ്ത ജമാഅത്തെ ഇസ്ലാമി നാടകകൃത്തുക്കൾ ജീവിച്ച മണ്ഡലമാണ് നമ്മുടേത്. ഏത് ചരിത്രത്തിലാണ് അത് രേഖപ്പെടുത്തിയത്? ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മൾ സ്ത്രീയുടെ കർത്തൃത്വമാണ് നാടകമെന്നും ഇടതുപക്ഷ നാടകങ്ങളിൽ അത് കാണുന്നില്ല എന്നും പറഞ്ഞ നാടക ചരിത്രത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ നാടകങ്ങളിൽ അത് കാണുന്നത് എന്നാണ്. ഈ കേരളത്തിലെ നാടക ചരിത്രം നോക്കുമ്പോൾ അത് ഹിക്മത്തുള്ള മാഷുടെ ലേഖനത്തിൽ നെറ്റിൽ അവൈലബിൾ, ഞാനത് ആവർത്തിക്കേണ്ട വെച്ചിട്ട്. ഇപ്പോൾ കോഴിക്കോട് കേന്ദ്രമായിട്ട് ആലപ്പുഴ ലജ്നത്തൊക്കെ കേന്ദ്രമായിട്ട് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കം തൊട്ട് നാടക അവതരണങ്ങൾ നടന്നിട്ടുണ്ട്. നല്ല നല്ല മുസ്ലിം വിഷയങ്ങളിൽ അത് തമിഴ് ഇന്ദ്രസഭ പോലെയുള്ള നാടക സംഘങ്ങൾ കോഴിക്കോട് വന്ന് നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് നോട്ടീസുകളുടെ ചിത്രവും ഫോട്ടോ ഇപ്പോഴും അവൈലബിളാണ്. മുസ്ലിങ്ങളായ ഒട്ടേറെ നാടക പ്രവർത്തകരുടെ ചരിത്രവും കഥകളുമുണ്ട്. പിന്നെ അതോടെ ഇത് പരപ്പിൽ മുഹമ്മദ് കോയയുടെ കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ചരിത്രം എന്ന് പറഞ്ഞ വലിയൊരു പുസ്തകമുണ്ട്. അതിൽ അവസാനത്തെ ഒരു 100ഓളം പേജുകൾ കോഴിക്കോട്ടെ പ്രമുഖരായ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു ബയോഡാറ്റാണ്. ഹൂ ഇസ് ഹൂ ആണ്. അതിൽ ഞാനിങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ, ഇതിലുള്ള പേര് വെച്ചിങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ ഏറെക്കുറെ 50ഓളം ആളുകൾ നാടക സിനിമാ രംഗത്ത് പ്രവർത്തിച്ചവരാണ്. എത്രയധികം നാടകക്കാരാണ് കോഴിക്കോടും അതിൻ്റെ പരിസരവും കേന്ദ്രമായിട്ടുള്ളത്. ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഈ KT മുഹമ്മദ്, നിലമ്പൂർ ആയിഷ പോലെയുള്ള മലപ്പുറത്ത്, കോഴിക്കോട്, തൃശ്ശൂർ, ഇപ്പോൾ മെഹറിനെ പോലെ തൃശ്ശൂരിൽ നിന്ന്, നിലമ്പൂർ ആയിഷയെ പോലെ മലപ്പുറത്ത് നിന്ന്, KT മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ. ഇവരുടെയൊക്കെ നാടകത്തിൻ്റെ ഒരു പ്രശ്നം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. ഇസ്ലാമിനെ പരിഷ്കരിക്കണം, മുസ്ലിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്, അത് ഈ നമ്പൂതിരി സമുദായോന്നമന നാടകങ്ങളുടെ മട്ടിൽ ആണിത്. അതിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹാജിയാരാണ് ഇതൊരു സ്ഥിരം സ്റ്റീരിയോ ടൈപ്പ് കഥാപാത്രം. പച്ച ബെൽറ്റൊക്കെ കെട്ടിയിട്ട് സൈനവാ, ഈ ഹാജിയാർ വർത്താനം പറയുമ്പോൾ ഇവിടുന്ന് കൊല്ലിന്ന് വരണം. സൈനവാ ഇങ്ങനെ വന്ന എന്നോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാൻ. അതിനാ ഹാജിയാർ എങ്ങനെ സംസാരിക്കുക? അത് ഉസ്താദ് വരുമ്പോൾ അസ്സലാമു അലൈക്കും വരി ഇരിക്കുന്നൊക്കെ പറഞ്ഞ ആൾ ഭാര്യനെ വിളിക്കുമ്പോൾ മാത്രം സൈനവാ ഖദീജ എവിടെ. ഇതാണ് മുസ്ലിങ്ങളായാൽ ഇങ്ങനെയാണ് എന്ന്. അപ്പോൾ നിങ്ങൾ ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്ക്. എന്താ അപ്പോൾ അത്? മലപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് സവിശേഷമായൊരു ഭാഷയുണ്ട്. അപ്പോൾ ഈ കുമാരനാശാൻ ദുരവസ്ഥയിൽ ശുദ്ധമില്ലാത്ത മലയാള ഭാഷയിൽ ക്രുദ്ധിച്ച അസഭ്യങ്ങൾ ചൊല്ലുന്നൊരു മാപ്പിളയെ വരച്ചിടുന്നുണ്ട്. ഈ ശുദ്ധമല്ലാത്ത മലയാള ഭാഷയ്ക്ക് ഉദാഹരണമാണ് ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്ക് എന്നുള്ള സാധനം. നേരെ വെച്ച് ഇതിനെ പൊളിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എൻ്റെ പൂപ്പാക്കൊരു ആനയുണ്ടാർന്ന് എന്ന് പറയുന്ന സാധനത്തിലുണ്ട്. അത് തെക്കൻ കേരളത്തിലെ മുസ്ലിങ്ങളുടെ നാട്ടുഭാഷയിലാണ്. പക്ഷേ അത് വളരെ നിരപേക്ഷമായൊരു വാക്കാണ്. എൻ്റെ പൂപ്പാക്കൊരു ആനയുണ്ടാർന്ന് ഒരു കുട്ടിയുടെ സംഭാഷണം. പക്ഷേ ഇജ്ജ് നല്ല മനുഷ്യനാക്കാൻ നോക്കുന്നുള്ളിൽ ഒരു കറക്ഷൻ്റെ ഇതുണ്ട്. ഇജ്ജ് നല്ല അതായത് അയാൾ നല്ല മനുഷ്യനാകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എൻ്റെ പാപ്പൊക്കൊരു ആന ഉണ്ടായിരുന്നതിൽ കുഞ്ഞുപാത്തുമ്മാൻ്റെ രാത്രിയല്ല രാത്രി എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കുഞ്ഞുപാത്തുമ്മക്ക് ആയിഷ സാരി ഉടുക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് നവോത്ഥാനത്തിലേക്കുള്ള
ഒരു ഒരു വഴി, നല്ല പുതിയൊരു വഴി ബഷീർ തുറക്കാം. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ നമസ്കാരം ഉപേക്ഷിക്കാനും ഇസ്ലാമിക ജീവിതത്തിൽ നിന്ന് മാറാനാണ് കെ ടി മുഹമ്മദിൻ്റെ നാടകങ്ങൾ. അപ്പോഴാണ് നവോത്ഥാനം വരുള്ളൂ. ഇത് രണ്ടിൻ്റെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ രണ്ടിൻ്റെ നോട്ട നിലയുടെ തന്നെ വ്യത്യാസമുണ്ട്. ഇങ്ങനെ മുസ്ലിം നാടകങ്ങൾ മുഴുവൻ മുസ്ലിം പരിഷ്കരണത്തിനും മുസ്ലിം സ്ത്രീ പരിഷ്കരണത്തിനും. അപ്പോൾ മുസ്ലിം സ്ത്രീ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ മുസ്ലിം തട്ടം അഴിക്കണ്. അതിൽ മുടി നാരേടായി ചീന്തിയിട്ട് അതിലൊരു പാലം കെട്ടിയിട്ട് അതിലെ നടക്കണമെന്നാണ്, അല്ലേ? ആ പാട്ട് എനിക്ക് മുഴുവൻ ഓർമ്മയില്ല. അപ്പോൾ മുടി കാണിച്ച് നടക്കുന്ന പെണ്ണുങ്ങളെ ഭീതി പരത്തി അടപ്പിലിടുന്ന ഒരു സാമുദായത്തെ ചിത്രീകരിച്ച് അതിൽ നിന്ന് പെണ്ണുങ്ങളെ വിമോചിപ്പിക്കുന്ന നാടകങ്ങളായിരുന്നു ഏറെക്കുറെ അക്കാലത്തെ നവോത്ഥാന മുസ്ലിം നാടകങ്ങളൊക്കെ. ഇതിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണ് പിന്നീട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, പിന്നീട് ഈ ഇസ്ലാമിക നാടകവേദി ചെയ്തത്. അതിനെ ഇനിയും പരിപോഷിപ്പിക്കേണ്ടതുണ്ട്, അതിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിലൊട്ടേറെ നാടകങ്ങൾ ഇപ്പോൾ ഇക്മത്തുള്ള മാഷ എഴുതിയിട്ട് സംവിധാനം ചെയ്ത ഗുഹയുടെ കൂട്ടുകാർ എന്ന് ഖുർആനിലൊരു സംഭവത്തെ അതേപടി എടുത്തിട്ടാണ് നാടകമാക്കുന്നത്. അതേപോലെ നാസർ ഭായ്, നമ്മുടെ കാരക്ക തന്നെ മധുരം, ഉസ്മാൻ പാണ്ടിക്കാട്, അല്ലേ? ഉസ്മാൻ പാണ്ടിക്കാടിൻ്റെ രചന കാരക്ക തന്നെ, ആ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു എസ്തെറ്റിക്സ്. കാരക്ക തന്നെ മധുരം. സിമിയുടെ കാലത്തെ തുടങ്ങിയ ഒട്ടേറെ നാടകങ്ങൾ, നമ്മുടെ കുറ്റ്യാടി എന്ന് വന്ന വിഗ്രഹം തകരട്ടെ എന്ന് പറഞ്ഞാൽ ആ പാട്ടൊക്കെ ഉള്ളൊരു നാടകമുണ്ട്. ഒട്ടകം വീണ്ടും ഈ ഒട്ടകം വീണ്ടും, ആ പേരിൽ തന്നെയുണ്ട് എസ്തെറ്റിക്സ്. ഒട്ടകം വീണ്ടും, കാരക്ക തന്നെ മധുരം പോലെ ആ കാലത്ത് തുടങ്ങി 80s തുടങ്ങി. ഇപ്പോൾ എന്നമ്മൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, എന്നമ്മനൊക്കെ അത് കുറേ ഓർമ്മ ഉണ്ടാവും. ടി കാലിയാണ് ഈ ഒട്ടകം വീണ്ടും എന്ന നാടകത്തിൻ്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്നത്. ഷെരീഫ് കാരന്തൂരാണ് അതിൻ്റെ രചന, അല്ലേ? ഓക്കെ. ഇ.വി. അബ്ദുസ്സാമിൻ്റെ നാടകങ്ങളുണ്ട്. അത് പിന്നെ അങ്ങനെ സ്റ്റേജ് നാടകങ്ങളുടെ ഒരു നിര. ഇനി രണ്ടാമത്തെ തെരുവ് നാടകങ്ങൾ. എത്ര കാലം മുമ്പ് ഒരുപക്ഷെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുമായി ഇടതുപക്ഷം നാടകങ്ങളുമായി പോകുന്ന അതേ സമാന്തരമായി തന്നെ തെരുവ് നാടകങ്ങളുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. നാടകം ഒരു മുസ്ലിം സംഘടനയും നാടകം കളിക്കുക, ലീഗ് പോലും നാടകം കളിക്കാത്ത കാലത്താണ് തെരുവ് നാടകങ്ങളുമായിട്ട് ഇറങ്ങിയത്. ഇങ്ങനെ ഒരു ഇസ്ലാമിക നാടകവേദി എന്ന് ഞാൻ ഇന്നലെ കണ്ണീരും പുഞ്ചിരിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരുന്നു. കണ്ണീരും പുഞ്ചിരിയും തൊട്ട് ഒരു വലിയ നിര തന്നെ ഉണ്ട്. ഈ 3 ധാരകളെയും, അതായത് നവോത്ഥാന നാടകങ്ങൾക്കകത്തെ മുസ്ലിം നാടക സംരംഭങ്ങൾ, ഇസ്ലാമിക നാടകവേദി, ഈ 3 രംഗത്തും കൂടുതൽ പഠനങ്ങളും അന്വേഷണങ്ങളും നടന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഉയരെഴുത്ത് നല്ലൊരു പുസ്തകത്തിനുള്ള വഴിയാണ്. ഇതിൽ അവതരിപ്പിച്ച പേപ്പറുകൾ ചേർത്താൽ ഒരുപക്ഷെ മലയാള നാടകവേദിക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു നല്ലൊരു സമാഹാരമുണ്ടാകും എന്നാണ് ഇതിൻ്റെ അവസാനത്തെ അവതരണം എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിലേക്കുള്ള ചർച്ചകളിലേക്ക് പോകും. ഈ ഹരികഥാ കാലക്ഷേപം എന്ന് പറഞ്ഞിട്ട് ഈ കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലൂടെ വന്ന് കേരളത്തിലേക്ക് എത്തിയ ഒരു കലാരൂപമാണ് ഈ ഹരികഥാ കാലക്ഷേപം. പക്ഷേ തിരുവനന്തപുരം ആ വില്ലടിച്ചാമ്പാട്ട് വേറൊരു ധാരയാണ്, അത് അതേപോലെ തന്നെയാണ് ഏറെക്കുറെ. ഈ ഹരികഥാ കാലക്ഷേപം എന്ന് പറയുന്നതിൽ നിന്നാണ് കഥാപ്രസംഗം ഉണ്ടായത്. ഈ ഹരികഥാ കാലക്ഷേപം എന്ന് പറഞ്ഞാൽ ഹരികഥ, പുരാണ കഥകൾ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. പാടുക, അവതരിപ്പിക്കുക. ഇതിൽ നിന്നും ചുവട് പിടിച്ചാണ് മലബാർ ഭാഗങ്ങളിൽ കഥാപ്രസംഗം എന്ന കലയുണ്ടായത്. പക്ഷെ കഥാപ്രസംഗം ഉണ്ടാകുന്നതിന് മുമ്പേ പാടിപ്പറയൽ മാപ്പിളമാർക്കിടയിൽ ഉണ്ടെന്ന്. ഈ പാടിപ്പറയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സംഭവം മോയിൻകുട്ടി വൈദ്യർ എഴുതി നോക്കുമ്പോൾ നമുക്ക് കേട്ടാൽ മനസ്സിലാവില്ല. ഇത് ഇപ്പോൾ അഹദത്തിലെ അലിഫ് അലിഫില വാഗമിയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ല, ഈ 2 വരി മാത്രം ഒരു ദിവസം വിശദീകരിക്കും അത്രേ. കാരണം അത്രയും അർത്ഥമുള്ള. അപ്പോൾ മോയിൻകുട്ടി വൈദ്യർ എഴുതുമ്പോൾ തന്നെ മനസ്സിൽ ഇത് വിശദീകരിക്കാൻ ഒരാൾ വരും. മാപ്പിളപ്പാട്ട് അന്നത്തെ രചനകൾ ജനപ്രിയമാകുന്നത് പാടിപ്പറയലിലൂടെ. യഥാർത്ഥത്തിൽ അതൊരു സ്ക്രിപ്റ്റാണ്. ബദർപടപ്പാട്ടും ഉതുപടപ്പാട്ടൊക്കെ ഒരു സ്ക്രിപ്റ്റാണ്. എന്തിനുള്ള? പാടിപ്പറയുന്നതിനുള്ള ഒരു രചനയാണ് ഇത്. പാടിപ്പറയുന്നതിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തുക. ഇത് ദിവസങ്ങളോളം നീണ്ട്, ഇപ്പോൾ ഞാൻ പാടിപ്പറയലിൻ്റെ ചില
അനുഭവ ആഖ്യാനങ്ങളൊക്കെ വായിച്ചപ്പോൾ 12 ദിവസം 8 ദിവസം നീണ്ട പാടിപ്പറയലൊക്കെ ഉണ്ടാവുന്നതാണ്. രാത്രി വാതിൻ്റെ വേറൊരു രൂപം, വാതിൻ്റെ രൂപം. അതിൻ്റെ ഒരു വേറെ സ്വഭാവം എന്താ പറയുക, വാത് വിജ്ഞാനത്തിന്, പാടിപ്പറയൽ വിനോദത്തിന്. ഇതാണ്. ഇപ്പോൾ നോമ്പിന് പാടിപ്പറയലുണ്ടാവില്ല, നോമ്പിന് വായലുണ്ടാവുക. അവിടെ ഈ മുസ്ലിങ്ങൾ തന്നെ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. പാടിപ്പറയൽ വിനോദത്തിനാണ്. അപ്പോൾ പാടിപ്പറയാൻ പെണ്ണുങ്ങളും പോകും. പാടിപ്പറയൽ ഒരു ആഘോഷമാണ്. അത് പലപ്പോഴും നേർച്ചയുടെ ഭാഗമായിട്ടാണ് നടക്കുക. പക്ഷേ വാത് വിജ്ഞാനത്തിനാണ്. ഈ ഒരു വ്യത്യാസമുണ്ട്. ഇവർക്കറിയാം, ഇവരിൽ നിന്നാണ് ജനങ്ങളിലേക്ക് കിട്ടുക. പാട്ട് ഏത് ഇശലിലാണ് പാടേണ്ടത്, ആ ഇശ. ഇപ്പോൾ നടുമുറുക്കം ഇടചാട്ടം എങ്ങനെയെന്ന് ഇവർ പാടി പറയുമ്പോഴാണ് ജനങ്ങൾക്ക് കിട്ടുക. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് പാടിപ്പറയൽ കേവലം പാടിപ്പറയല്ല, അത് പെർഫോമൻസും കൂടെയാണ്. അപ്പോൾ അതിൽ വിവിധ സംഭാഷണങ്ങളുണ്ടാകും. ഇപ്പോൾ മെല്ലെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മെല്ലെ പറയാം. മെല്ലെ പറഞ്ഞു, അവൻ മെല്ലെ പറഞ്ഞു, നീ എവിടെ നിന്നാണ് വരുന്നത് മെല്ലെ പറയലല്ലോ. അവൻ മെല്ലെ പറഞ്ഞു, നീ എവിടെ നിന്നാണ് വരുന്നത്, അപ്പോഴല്ലേ മെല്ലെ പറയലാവുള്ളൂ. അപ്പോൾ അതിന് പെർഫോമൻസ് ലെവലും കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഇത് അവതരിപ്പിക്കുക. അത് തമിഴിൽ, അത് കേരളത്തിൽ, തെക്കൻ കേരളത്തിലാണത് ഉണ്ടാവുക തോന്നുന്നു. നമ്മളിവിടെ സീറാപാര, അതെ ശരിക്കും സീറാപാരായണം തമിഴ് കൾച്ചറിൽ നിന്ന് വന്നതാണ്. അതും ഏറെക്കുറെ ഇതുപോലെ തന്നെയാണ്, പെർഫോമൻസ് തന്നെയാണ്. സീറാപാരായണം നമ്മളിവിടെ നടക്കാറുണ്ട്. അതെ, അല്ല, സീറാപാരായണം എന്നുള്ളത് തമിഴിലുണ്ടെന്ന് എനിക്കറിയാം. അതെ, യൂസുഫ് നബി കഥാപ്രസംഗം. അത് ഉസ്താദ് തന്നെ പറയാം. എല്ലാ ഉസ്താദുമാരാണ്, എല്ലാവരും പള്ളിയിലെ ഉസ്താദുമാർ മാത്രമല്ല, പാണ്ഡിത്യത്തിന് വലിയ കാര്യമുണ്ട്. കാരണം മോയിൻകുട്ടി വൈദ്യരുടെ വരികൾ വിശദീകരിക്കണമെങ്കിൽ പാണ്ഡിത്യം വേണം. ഇസ്ലാമിക വിജ്ഞാനീയത്തിലും തസവുഫിലും പാണ്ഡിത്യം വേണം. അതിൽ മോയിൻകുട്ടി വൈദ്യരുടെ കൃതികൾ പലതും നല്ല ആഴമുള്ള സൂഫി ദർശനങ്ങളുള്ള വരികളൊക്കെ ഉണ്ട്. ഉറുദു, തമിഴ്, അത് 7ഓളം ഭാഷകളുണ്ട്, 7 വ്യത്യസ്ത. ഇംഗ്ലീഷ്, അത് ഹിക്മത്തുൽ അതിൽ ഗവേഷണം നടത്തുന്ന ആളാണ്. ഇംഗ്ലീഷ് വാക്കുകളടക്കമുണ്ട്. അതാണ് പറയുന്നത്, നമ്മൾ നാടകത്തെ എങ്ങനെ നിർവചിക്കുന്നു എന്നുള്ളതിനനുസരിച്ച്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടെ, പാഠകം ചാക്യാർ കൂത്ത് നാടകമാണ്. അതെ, ചാക്യാർ കൂത്ത് ഒരാൾ നിന്ന് പറയുന്നതല്ലേ. അതെ, ഉണ്ട്. അല്ല, അത് അല്ല, KPCCൻ്റെ കോൺഗ്രസ്സുകാരനായ എം എം ഹസൻ്റെ വല്യാപ്പൻ്റെ അനുജൻ മുഹമ്മദ് കണ്ണ്, അദ്ദേഹം എഴുതിയൊരു നാടകമാണ് അത്. ഈ പറഞ്ഞ മാതിരി പാഠകമോ കഥാപ്രസംഗമോ ഒന്നുമല്ല, ആദ്യമധ്യാന്ത ഭംഗിയിലുള്ള കഥാപാത്രങ്ങൾ വന്നു പോകുന്ന സ്റ്റേജും ഒക്കെ ഉള്ള ഒന്നൊന്നര നാടകം. അതിൻ്റെ പേര് വിപ്ലവം അഥവാ സഹീദ എന്നാണ്. ഈ സഹീദയാണ് ആ നാടകത്തിലെ മുഖ്യ കർത്തൃത്വമുള്ള കഥാപാത്രം. അവരാണ് വിപ്ലവം പ്രസംഗിക്കുന്നതും ഇസ്ലാമിക മൂല്യങ്ങളിലുള്ള ഒരു ഗ്രാമം, ഒരു മഹല്ല് ഉണ്ടാക്കുന്നതും. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കിനേക്കാൾ ഗംഭീരമായ സാമൂഹ്യ നവോത്ഥാനത്തെ ഘോഷിക്കുന്ന നാടകമാണിത്. അതിൻ്റെ പേര് തന്നെ വിപ്ലവം അഥവാ സഹീദ. ഈ സഹീദ ഉണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യ വിപ്ലവമാണ് ആ നാടകം മൊത്തം സംസാരിക്കുന്നത്. അത് മുഹമ്മദ് കണ്ണ്. അപ്പം നമുക്ക് കണ്ടെത്തി, ഞാൻ അതിനെപ്പറ്റി ആരാമത്തിലൊരു ലേഖനം എഴുതിയത്. 30 ജൽമാഷ് പറഞ്ഞപ്പോഴാണ്, അപ്പോൾ 30കളിലല്ലേ പറഞ്ഞ് അല്ലേ? 1929 അടുക്കളയിൽ നിന്ന് ഇറങ്ങത്തേക്ക് തൊട്ട് ശേഷം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇപ്പോൾ എല്ലാ ട്രഡീഷനിലും തിയേറ്ററിൻ്റെ ഒറിജിൻ പറയുമ്പോൾ, അതായത് നാടകത്തിൻ്റെ ഉത്ഭവം പറയുന്നിടത്ത് ഇങ്ങനെയുള്ള അനുഷ്ഠാന കലകളെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ മതത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ള അനുഷ്ഠാനം. നമ്മൾ ഈ കൂടിയാട്ടം കൂത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മത ഘോഷണമാണ്. അല്ലെങ്കിൽ പുരാണത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക്
രസിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിലോ വിശദാംശങ്ങളിലൂടെ ഒരു സംസ്കൃത ശ്ലോകം ഇപ്പോൾ ചാക്യാർ ചെയ്യുന്നത് സംസ്കൃതത്തിലുള്ള ശ്ലോകം സാധാരണക്കാരുടെ രീതിയിൽ വിശദീകരിച്ച് കൊടുക്കുക ചെയ്യുന്നത്. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം മനോഹരമായ രീതിയിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്നിട്ട് ഇങ്ങനെ വിശദീകരിച്ച് കൊടുക്കും. അപ്പോൾ പിന്നെ രാവണൻ അങ്ങനെ വരുമ്പോഴാണ്, അപ്പോൾ ഈ സാധനം വിശദീകരിക്കുന്നതിന് മുമ്പ് ആ ശ്ലോകം ചൊല്ലിയിട്ട് അതിൻ്റെ അർത്ഥം കൂടിയാണ് ഈ വിസ്തരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ വഴല് അല്ലെങ്കിൽ പാടിപ്പറയൽ എന്നൊക്കെ പറയുന്നതന്നെ ഒരു 4 വരി പറഞ്ഞ് അതിൻ്റെ വിശദാംശങ്ങളാണ്. അത് ബദറിലെ ചരിത്രത്തിലേക്കും സഹാബത്തിൻ്റെ ചരിത്രത്തിലേക്കും ഒക്കെ പോവും. അങ്ങനെ പോയിട്ട് അത് കണക്ട് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞൊരു എഡ്യൂക്കേഷൻ പ്രോസസ്സാണ്. മാപ്പിളമാർക്ക് മുസ്ലിങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയയായിരുന്നു. കാരണം മറ്റ് സ്കൂളുകളോ അത്തരത്തിലുള്ള രീതിയല്ല, ഓത്തുപള്ളികളും മറ്റുമൊക്കെ ഉള്ളൂ. ബാക്കി മുഴുവനും എഡ്യൂക്കേഷനായി കിട്ടുന്നത് മാപ്പിളപ്പാട്ടുകളും മറ്റും വിശദീകരിക്കുന്നതിലൂടെ. അതാണ്. അതെ അതെ അതെ, ഓത്തുപള്ളികളുണ്ട് സ്ത്രീകൾ തന്നെ മല്ലാച്ചി വിഷയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ എല്ലാ ട്രഡീഷനിലും ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ക്ഷേത്രകലകളുടെ ഇതായാലും അല്ലെങ്കിൽ ഗ്രീക്ക് നാടകങ്ങളുടെ ചരിത്രം ഡയോണിസസ് ദേവന് വേണ്ടിയിട്ടുള്ള ആരാധനകൾ ബാക്കസ് മേളകളിലൂടെയാണ്. ആ മേളകളിൽ നിന്നാണ് ഇന്നലെ ഇവിടെ ഷമീൻ സാഹിബ് പറഞ്ഞു എന്ന് തോന്നുന്നു, മറ്റേ തെസ്പിസ് എന്നുള്ള ആക്ടർ ഉണ്ടായി വന്നത്. തെസ്പിസ് ആദ്യത്തെ ആക്ടറാണെന്ന് പറഞ്ഞല്ലോ ഗ്രീക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇതൊക്കെ അനുഷ്ഠാനങ്ങളിലൂടെ ഉണ്ടായി വന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ കേരളത്തിലെ മുസ്ലിം നാടകവേദി എന്ന് പറയുന്നത് ഈ കേരളത്തിലെ കേരളത്തിൻ്റെ തിയേറ്ററിൻ്റെ തന്നെ തുടക്കത്തിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും, ആ രീതിയിൽ ഹിസ്റ്റോറിക്കലി രേഖപ്പെടുത്തുമ്പോൾ. പിന്നെ ഈ പറഞ്ഞ പോലെ അറബി മലയാളത്തിൽ വെള്ളാട്ടി മസ്അല എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട്, ഒരു ഗദ്യ സാഹിത്യ കൃതി. അത് മുഹിദ്ദിമാല എഴുതിയ ഖാലി മുഹമ്മദിൻ്റെ മകനാണ് ഖാലി മുഹിദ്ദീൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലം എന്ന് പറയുന്നത് മിക്കവാറും ഒരു 18-ാം നൂറ്റാണ്ട് ആയിരിക്കാനാണ് സാധ്യത. മകനോ പേരക്കുട്ടി ആയിരിക്കാം, അത് അതിനെക്കുറിച്ച് വിശദമായി എനിക്കറിയില്ല. പക്ഷേ പേരക്കുട്ടി എഴുതിയതാണ് വെള്ളാട്ടി മസ്അല. വെള്ളാട്ടി മസ്അല ശരിക്കും തിയേറ്ററാണ്, നാടകമാണ്, ശരിക്കും ഒറിജിനൽ നാടകം. കാരണം അത് സംവാദങ്ങളിലൂടെ വികസിക്കുന്ന ഒരു, അതായത് ഹാറൂൺ റഷീദിൻ്റെ കൊട്ടാരത്തിലേക്ക് നടന്ന സംഭവം ഒന്നും ആവണമെന്നില്ല, ഭാവനാത്മകമാണ്. കൊട്ടാരത്തിലേക്ക് ഒരു സൗദ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീയെ അല്ലെങ്കിൽ ഒരു വേലക്കാരി സ്ത്രീയെയും കൊണ്ട് ഒരു കച്ചവടക്കാരൻ കടന്നു വരികയാണ്. എന്നിട്ട് അയാൾ പറയാണ്, എന്ത് ചോദ്യം ചോദിച്ചാലും ഇവൾ ഉത്തരം പറയും, നിങ്ങളുടെ എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചോളൂ. അങ്ങനെ ഹാറൂൺ റഷീദ് കൊട്ടാരത്തിലും പരിസരത്തും എല്ലാ പണ്ഡിതന്മാരെയും ബഹുവിജ്ഞാനീയങ്ങളിൽ അറിവുള്ള ആൾക്കാരിങ്ങനെ നിരത്തിയിരുത്തും. അതിൽ ഭാഷ, വ്യാകരണം, ദീന്, ഫിഖ്, പിന്നെ തസവുഫ്, തർക്കശാസ്ത്രം, ഗണിതം, ഗണിതം, വൈദ്യം, എല്ലാത്തിലുള്ള പണ്ഡിതന്മാർ. അത് അറബിക്കഥ പിന്നീട്. അപ്പോൾ ഇവരൊക്കെ ഇരുന്നിട്ട് അവസാനം ഈ പെൺകുട്ടി അതിന് മുഴുവനും മറുപടി പറയും. ഇവരൊക്കെ തോറ്റുപോയി. അതിന് പുറമെ ഈ പെൺകുട്ടി പറയും, ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കും. അതിന് ഇവർക്കാർക്കും മറുപടി കിട്ടൂല. അങ്ങനെയുണ്ട് സാധനം അവസാനിക്കും. ഭയങ്കര രസമുള്ള സാധനം. വന്നിട്ടുണ്ട്. അത് നിങ്ങൾ പറയുന്നത് യുധിഷ്ഠിരനോട് യക്ഷൻ ചോദിച്ചാൽ ഒരു കൊമ്പിലിരുന്ന ഒരു പക്ഷികൾ അപ്പുറത്ത് കൊമ്പിലിരുന്ന പക്ഷികളോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളിൽ നിന്ന് ഒരാൾ നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ ഇരട്ടിയായി, നിങ്ങളിൽ നിന്ന് ഒരാൾ ഞങ്ങളിലേക്ക് വന്നാൽ പകുതിയായി. അപ്പോൾ ഞങ്ങളുടെ ഇതാണ് കണക്ക്. കണക്കറിയാത്തതുകൊണ്ട് ഈ രീതിയിലുള്ള ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ഈ വെള്ളാട്ടി മസ്അലയെ വേണമെങ്കിൽ മുസ്ലിം പക്ഷത്ത് നിന്നുള്ള ആദ്യത്തെ നാടകാവതരണം എന്നുള്ള രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ നാടക സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ എടുക്കാം. കാരണം അതൊരു അവതരണത്തിന് വേറെ കഥ ഉണ്ട്. പിന്നെ നമ്മുടെ ആലപ്പുഴ സക്കരിയ ബസാറിൽ 1920കളിൽ ഈ നാടകത്തിൻ്റെ ഒരു അവതരണം ഉണ്ടായി. പക്ഷെ അവതരണം അത് നിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ അവതരണം വളരെ മോശമായി ചെറിയൊരു ആഭാസത്തരത്തിലേക്ക് നീങ്ങിയപ്പോൾ ജനങ്ങൾ ഇടപെട്ട് ഇവരോട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം ജനങ്ങളും നടന്മാരും തമ്മിലുള്ളൊരു സംവാദമായി ആ നാടകം മാറി എന്നുള്ളൊരു കഥ എൻ്റെ ആത്മകഥയിൽ അത് പറയുന്നുണ്ട്. ഈ കഥ പറയുന്നുണ്ട്. അപ്പോൾ ഈ നാടകം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് നസർ ഭായ്, നാടകം എന്ന് പറഞ്ഞാൽ ഒരു 3A ആണെന്ന് പറയാറുണ്ട്. ഓഡിയൻസ്, ആക്ടർ, ഓതർ, ഓഡിയൻസ്, ആക്ടർ. യഥാർത്ഥത്തിൽ ഈ 3 ഘടകങ്ങളും മുസ്ലിം സമുദായത്തിലുണ്ട് എന്നാണ് പറയുന്നത്.
അതായത് ഓദർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു, നേരത്തെ രചനകളിലൂടെ വന്നിട്ടുണ്ട്, ഓദർ എന്നുള്ള അർത്ഥത്തിൽ വന്നിട്ടുണ്ട്, ആക്ട് എന്നുള്ള അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മുടെ സംഭാഷണത്തിലൊക്കെ വന്നതാണ് ആരായിരുന്നു ഓഡിയൻസ് എന്നുള്ളത്. അപ്പോൾ മുസ്ലിം സമുദായത്തിൽ നല്ലൊരു ഓഡിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു എന്തോ ഒരു ബാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴിക്കോട്ടുള്ളൊരു കലാകാരനുണ്ട്. അയാൾ മൂക്കുകൊണ്ടും വായ കൊണ്ടും ഹാർമോണിയം, ഗുൽ മുഹമ്മദ് എന്നൊരു കലാകാരൻ. അയാൾ മൂക്കുകൊണ്ടും വായ കൊണ്ടാണ് ഹാർമോണിയം വായിക്കുക. അതിവിദഗ്ധനായ കലാകാരനാണ്. നാടകത്തിൽ പറയണ, എന്നിട്ട് അപ്പോൾ ഇയാളുണ്ടെങ്കിൽ നാടകം കാണാൻ കൂടുതൽ ആൾ വരും. അപ്പോൾ ഇയാളുണ്ട് എന്നുള്ള പരസ്യം. അപ്പോൾ നാടകത്തിൽ മ്യൂസിക് വായിക്കുന്ന ആളെ കാണൂലല്ലോ. അപ്പോൾ അണിയറയിൽ മ്യൂസിക് വായിക്കുന്നവർക്കൊരു നക്ഷത്രം തൂക്കിയിടും എന്ന് പറഞ്ഞത്. മൂപ്പര് അന്ന് നാടകത്തിലുണ്ടെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെ ഇത് തൂക്കിയിടും. അപ്പോഴറിയാം ആളുകൾക്ക്, അങ്ങനെ ആളുകൾ കാണാൻ വരും എന്നുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള മുസ്ലിം നാടക വേദികളെക്കുറിച്ചുള്ള രസകരമായ കഥകളുണ്ട്. നാസർ ഭായ്. കുറേ നാടകങ്ങളിൽ പ്രവർത്തിച്ച ഒരാളാണ്. അല്ല, ശ്രാണ് ഞാൻ പിന്നെ സാധാരണ പറയുന്ന പോലെ ഒരു പരിഭവം പങ്കുവെക്കുകയാണ്. അതിൻ്റെ മുന്നേ ആയിട്ട് ഈ നമ്മൾ പിന്നെ എല്ലാ രംഗത്തും, വിദ്യാഭ്യാസ രംഗത്തായാലും എന്ത് രംഗത്തും ഇസ്ലാമിക പ്രസ്ഥാനം ശരിക്കൊരു എടുത്തുചാട്ടം നടത്തിയിട്ടുണ്ട്. വല്ലാത്തൊരു ചാട്ടം. ആരും ചാടാത്തൊരു സമയത്ത് കുറച്ച് ദൂരത്തേക്ക് ചാടി. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ അധികം വളർച്ച അതിനുണ്ടായിട്ടില്ല. ഏതാണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നെയുള്ള വേറെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ മറികടന്ന് പോയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തോന്നൽ മാത്രം. ചിലപ്പോൾ നിങ്ങൾ തിരുത്തി അവിടെ തന്നെ ഉറച്ചിക്കൊന്നുമില്ല, ഞാൻ തിരുത്തും എന്നതുപോലെയാണ് ഈ കലയിൽ. നമ്മൾക്ക് ഇങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. അന്ന് 10-45 വർഷം മുമ്പ് പിന്നെ സ്ത്രീകളെ നാടകം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയുമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അത് പറയുമ്പോൾ നമുക്കൊരു മറുപടിയായി. ഞാനും തനിമയിൽ കുറച്ചാലും ഉണ്ടായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും അങ്ങനെ ട്രൂപ്പ് രൂപീകരിക്കുക എന്നുള്ളത് തനിമയുടെ ലക്ഷ്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫൈസൽ ഭായി അതിനെ പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യൽ. അത് നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു സംഗതി. ഇപ്പോൾ നമ്മളവിടെ എത്തിപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത്. കുറേ വളർച്ച നമുക്കുണ്ടായിട്ടുണ്ടെങ്കിലും ഒരു നാടകം അതിൻ്റെ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഞാൻ തനിമയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് മുമ്പ് ഒരു ഗാനമേള ട്രൂപ്പ് രൂപീകരിച്ച് ജമീലൊക്കെ പരിചയം ഉണ്ടാവും. അത് ജേഡിറ്റിൽ അതിൻ്റെ അരങ്ങേറ്റം നടത്തുന്നു. അത് പിന്നെ അന്നോടുകൂടി അത് ഫസ്റ്റ് അരങ്ങേറ്റത്തോടു കൂടി അത് നിർത്തിയിട്ടാണ് നമ്മളെ കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അത് തനിമയുടെ നേതൃത്വത്തിലായിരിക്കണമെന്നില്ല. അപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് ഒക്കെ ഇപ്പോൾ അതിലൊക്കെ എടുത്ത് പറയാവുന്നൊരു സാധനമാണ്. ഇപ്പോൾ പിന്നെ മുനീബും കൂട്ടരും കുറച്ച് സാധനമൊക്കെ ചെയ്തിട്ടുണ്ട്, നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഒരു നാടകത്തിൻ്റെ അണിയറ പ്രവർത്തനത്തിലാണ്. KP ഉമർ എന്ന് പറഞ്ഞിട്ടുള്ള ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെ ഒരു പിന്നെ ചെറുകഥ നാടകമാക്കി. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് കൂടെ തന്നെ ഉണ്ട്. അത് ഉടനെ അരങ്ങിലെത്തിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ 4 ആൾ, ഒരു പൊതുസമൂഹം കണ്ടു നിൽക്കാവുന്ന പിന്നെ കൂടുതൽ ആസ്വാദ്യകരമായ, ഞാൻ പറഞ്ഞാൽ അതിലെ എൻ്റർടൈൻമെൻറ്റിൻ്റെ വശമായിരിക്കണം കൂടുതൽ. നമ്മളിതൊക്കെ മെസ്സേജ് ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി, നാളെ മുതൽ ഞാൻ സുബഹിക്ക് ജമാഅത്തിന് പങ്കെടുക്കാം എന്ന് പറയുന്ന ടൈപ്പ് സാധനം ഉണ്ടായിരുന്നു പണ്ടൊക്കെ. അതിൽ നിന്ന് ഒഴിവായിട്ട് ഒരു സാമൂഹിക നാടകങ്ങളൊക്കെ ആ രംഗത്തേക്ക് പിന്നെ നമ്മൾ തന്നെയാണ് വരണ്ടേ. അത് ചോദിക്കുന്നത് വേറെ ആരപ്പത്തിന് വരിക. അപ്പോൾ അന്നലക്കുള്ള ചില ശ്രമങ്ങളെന്തെങ്കിലും ഗൗരവപൂർണമായി നടക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. തോന്നൽ പറയാണ്. പിന്നെ ഇവിടെ കയറി നിൽക്കുമ്പോൾ ഈ നാടകത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ PM അനൂപ് സാഹിബിനെ ഓർത്തതുപോലെ പിന്നെ നമുക്ക് ഓർക്കേണ്ടുന്ന ഒരാളാണ്. അദ്ദേഹം മരിച്ചുപോയി, നമ്മുടെ VM ഉസ്മാൻ സാഹിബ്. അതുപോലെ തന്നെ ഷാഫി മണ്ണാർക്കാട് അദ്ദേഹത്തിനെ പരാമർശിക്കപ്പെട്ടു. പിന്നെ ഷാഫി ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ശാന്തപുരത്ത് അധ്യാപകനാണ് അദ്ദേഹം. അവരുടെയൊക്കെ ശ്രമങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പിന്നെ അഹമ്മദ് കൊടിയത്തൂർ, സക്കീർ ഹുസൈൻ സാഹിബ്, അവർ പണ്ട് കാലത്ത് പിന്നെ തനിമയുടെ ആദ്യകാലത്ത് നമ്മുടെ അഹമ്മദ് കൊടിയത്തൂർ
മാഷ് അതിന് ഡയറക്ടറായിരിക്കെ ഒരുപാട് പിന്നെ ആക്ടിങ് ക്യാമ്പുകൾ നടന്നിട്ടുണ്ട്. അതിലൊക്കെ നിരന്തര സാന്നിധ്യമായിരുന്നു. ഒരു RP ആയിരുന്നു സക്കീർ ഹുസൈൻ സാഹിബ്. ഇപ്പോൾ അടുത്ത കാലത്ത് വരെ നാടകങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തൊക്കെ ഓർത്ത് നിൽക്കുകയാണ്. അത് ഓർത്ത് നിൽക്കുന്നതോടൊപ്പം അതിൻ്റെ ആ എന്തെങ്കിലുമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഈ രംഗത്തേക്ക് ഒന്നുകൂടി പിന്നെ സജീവമായി കടന്നു വരണം എന്നെനിക്ക് തോന്നാറുണ്ട്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യുക. അവസാനിപ്പിക്കുമ്പോൾ ഈ പേരുകളൊക്കെ പറയാമെന്ന് വിചാരിച്ചതാണ്. അത് സാറില്ല, അത് നന്നായി. റഹ്മാൻ മുന്നൂരിനൊന്നും പറയാതെ നമ്മുടെ അദ്ദേഹം ഒട്ടേറെ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ തെക്കൻ കേരളത്തിലും ഇതേപോലെ മുസ്ലിം നാടക ശ്രമം, അതിൽ നമ്മൾ പ്രത്യേകം പരാമർശിക്കേണ്ട കൊല്ലത്തെ കേരളപുരം കലാം നല്ലൊരു നാടകകൃത്തായിരുന്നു. 40ഓളം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അഭിനേതാവും കൂടെ സംവിധായകനാണ് കേരളം. അദ്ദേഹത്തിൻ്റെ ഫസക്ക് എന്ന നാടകമുണ്ട്, അത് തിലകനാണ് സംവിധാനം ചെയ്തത്. ഗീത തിയേറ്റേഴ്സിൻ്റെ ചങ്ങനാശ്ശേരി ഗീത തിയേറ്റേഴ്സ്, അവരാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ പലതും കളിച്ചത്. ഘോഷയാത്ര എന്ന് പറഞ്ഞ സിനിമയാക്കി പിന്നീട് മാറി. അദ്ദേഹത്തിന് തലാക്ക് എന്നുള്ള വേറെ അത് നല്ല അദ്ദേഹത്തിന് ഈ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ചില വിഭാഗങ്ങൾ അദ്ദേഹത്തിന് ഈ നാടകങ്ങൾക്കെതിരെ വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടായി. ഒരു സ്ഥലത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ നാടകം അവതരിപ്പിക്കാൻ വന്ന സമയത്ത് ബാക്ക് സ്റ്റേജിൻ്റെ പിന്നിലൂടെ ഓടി രക്ഷപ്പെട്ട അതൊക്കെ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. അത് എന്നോട് പറഞ്ഞു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നാടക ചരിത്രം പറയുമ്പോൾ മലബാറിനെ കേന്ദ്രീകരിക്കാത്ത തെക്കൻ കേരളത്തിലേക്ക് പോയാൽ തന്നെ മുസ്ലിം നാടകവേദിയുടെ ഒട്ടേറെ അടരുകൾ കണ്ടത്, അതിലൊക്കെ ഗവേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ തന്നെ റഹ്മാൻ മുന്നൂരിനെ പോലെ, അഹമ്മദ് കൊടിയത്തൂരിനെ പോലെ, സക്കീർ ഹുസൈൻ തൃശ്ശൂരിനെ പോലെ കുറേ ആളുകൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. ഇവരുടെയൊക്കെ നാടക പ്രവർത്തനങ്ങൾ, ഉസ്മാൻ പാണ്ടിക്കാടൊക്കെ കുറേ ഇത് ഭൂമിയാണ്, ഓടിക്കോ പോലെയുള്ള നാടകങ്ങളൊക്കെ കണ്ട ഓർമ്മ തന്നെ എനിക്കുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു നിരയുണ്ട്, നമുക്ക് കിട്ടിയ നാടകങ്ങളുടെ ഒരു നിര. അതിനൊന്നും ഡോക്യുമെൻറ്റേഷൻ ഇല്ല, ആ സ്ക്രിപ്റ്റുകളൊന്നും എടുത്തു വച്ചിട്ടില്ല. മിനിമം ഇനി അവരുടെ പേരുകളെങ്കിലും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു എൻഡ് നോട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പിരിഞ്ഞു പോകുന്നു എന്നല്ലാതെ ഇതിനൊന്നും ചരിത്രപരമായ ഒരു സാങ്കത്യമോ ഒരു പ്രസക്തിയോ ഇല്ലാതായി പോകും എന്നാണ്. അപ്പോൾ ഇനി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഈ മുസ്ലിം വിഷയവുമായി ബന്ധപ്പെട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻഫർമേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജമീൽ മാഷ് പറഞ്ഞപ്പോഴാണ് കുത്തുബയിൽ ആ വരവൊക്കെ എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഭയങ്കരമാണ്, അത് നാടകമാണ് ശരിക്കും. അതുപോലെ തന്നെ ഈ പിന്നെ റാത്തീബ് നടത്തുമ്പോൾ ഉള്ള മറ്റേ ചാടിത്തുള്ളി സംഭവം, നമ്മുടെ എല്ലാ അനുഷ്ഠാനങ്ങളും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നാടകമാണ്. അപ്പോൾ അത് വളരെ ഭയങ്കര ഇൻഫർമേറ്റീവാണ്. ശരിക്കും ഉയരെഴുത്തിന് വരാതിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി. ഞാൻ എന്താ പറയുക, 14ാമത് എഡിഷനിലാണ് വരുന്നത്, ഈ 13 വന്നിട്ടില്ല. ആദ്യമായി ഈ ഉയരെഴുത്തിൽ വരുന്ന ആളാണ്. മറ്റു പല കാര്യങ്ങൾ കൊണ്ടും ഞാൻ പിന്നെ വരാതായതാണ്. ഇത്തവണ ആദ്യമേ രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നെ കുടുംബപരമായും ജോലിപരമായും ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞ് അപ്പോൾ വീട്ടിലൊരു ചെറിയ എൻ്റെ മകളുടെ കുട്ടിയുണ്ട്, അത് ഞാൻ ഇല്ലാതെ ഉറങ്ങത്തില്ല. അപ്പോൾ ഇന്നലെ ഇപ്പോൾ രാവിലെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അത് 1:30 മണിയായി ഉറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഈ സെഷനിൽ എനിക്ക് ഭയങ്കര ഇൻഫർമേഷൻസ് കിട്ടി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ തിരുവിതാംകൂർ സൈഡിൽ നേരത്തെ പറഞ്ഞ കേരളപുരം കലാം, ഞാൻ ഏകദേശം ഒരു 15ഓളം വർഷം ഒരു ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തതാണ് ഞങ്ങളുടെ നാട്ടിൽ പുന്നപ്രയിൽ. ആ കേരളത്തിലെ ഫൈൻ ആർട്സ് സൊസൈറ്റികളുടെ സമ്പന്ന കാലത്ത് കേരളത്തിലെ എല്ലാ നാടകക്കാരുമായി, നല്ല പ്രൊഫഷണൽ നാടകക്കാരുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. ഈ കേരളപുരം കലാം അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിന് ആക്രമിക്കപ്പെട്ട ആളാണ് ഫസഹ് എഴുതുന്ന സമയത്ത്. അതുപോലെ തന്നെ ആ നാടകങ്ങൾ സംവിധാനം ചെയ്തത് വക്കം ഷക്കീർ എന്ന് പറഞ്ഞ ഒരു പിന്നെ സംവിധായകനും നടനും കൂടാണ്. അതുപോലെ തന്നെ സേവിയർ പുൽപ്പാടിൻ്റെ നാടകത്തിൽ അഭിനയിച്ച അബ്ബാസ്, യൗവനങ്ങളുടെ നൊമ്പരം എന്ന് പറഞ്ഞ് പിന്നീട് നമ്മുടെ നേരത്തെ നമ്മൾ അതിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റാംജി റാവു സ്പീക്കിംഗ്, തൊഴിലില്ലാത്ത 2 ചെറുപ്പക്കാരുടെ കഥ പറയുന്നത്. അങ്ങനെയും വന്നിട്ടുള്ള ഒരു കുറേ ആൾക്കാരെ നമ്മൾ ഈ പറഞ്ഞ ഒരു കളക്റ്റീവ് ഫോഴ്സായിട്ട് നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ
നമ്മളത് ശരിക്കും ഞാൻ ഇന്നലെ പറഞ്ഞ ആ വാക്ക് വീണ്ടും പറയുന്നത്, ഡോക്യുമെൻ്റ് ചെയ്യപ്പെടണം. നമ്മൾ കഴിഞ്ഞു പോകും, നമ്മുടെ തലമുറയും ഈ സമയവും കടന്നു പോകുമെന്ന് ബീർബൽ പറഞ്ഞതുപോലെ നമുക്ക് ശേഷം വരുന്ന എൻ്റെ പിന്നിലിരിക്കുന്ന ഈ തലമുറ നാളെ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടണം എന്ന് കൂടി പറയുകയാണ്. എന്തായാലും ഉയരെഴുത്തെന്നുള്ള ഈ കൺസെപ്റ്റ് തനിമ എടുത്തതിന് തനിമയുടെ എല്ലാവരെയും അഭിനന്ദിക്കാൻ ഇനി ഈ അവസരം ഉപയോഗിക്കുന്നു. ചൊവ്വര ബഷീർ. ഈ പേരുകൾ പറഞ്ഞാൽ എൻ്റെ 4 പേജുണ്ട്, പേരുകൾ മാത്രമാണ്, അതുകൊണ്ട് കാര്യമില്ലല്ലോ പേര്. അപ്പോൾ ഇവിടെ സംഗതി ഉണ്ട്, പേരുകളൊക്കെ ഉണ്ട്. അതേപോലെ അസീസ്, പിന്നീട് സിനിമയിലേക്ക് എത്തിയ അസീസ് ആദം സാർ, അതെ, കുറേ ആളുകളുണ്ട് ഇങ്ങനെ പേരിങ്ങനെ പറഞ്ഞാൽ. മാത്രമല്ല ടിപ് ടോപ്പ് ഹിക്മത്തിൻ്റെ ലേഖനത്തിലും PIM-ൻ്റെ ലേഖനത്തിലും കുറേ പേരുകൾ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പേരുകൾ മാത്രം വെച്ചാൽ തന്നെ ഒരു ഡിക്ഷണറിക്ക് വകയുണ്ട് ഈ നാടക പ്രവർത്തകരുടെ ഒരു വോയിസ് തന്നെ.